പോലീസ് മുഴുവൻ വളഞ്ഞതിനു ശേഷം തൊട്ടിപ്പുറത്ത് വശത്തുകൂടി നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മന്ത്രി നമുക്ക് നേരെ ആക്രോശിക്കുകയാണ്. സ്പീക്കർ എൻ ഷംസീറുമായിട്ട് സംസാരിച്ചതിന് ശേഷം മിസ്റ്റർ പിണറായി വിജയനെ അവർ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോ അപ്പോഴാണ് അവർ പറയുന്നത് എന്റെ പിഴയി ഒടുക്കിയിരിക്കുന്നു, കഴുത്തൊടുക്കിയിരിക്കുന്നു, കഴുത്ത് വേദനയായിരിക്കുന്നു എന്ന് മന്ത്രി പറയുന്നത് ആ സമയത്താണ്. അതിനുശേഷം ഒരു വീൽ ചെയർ വരുന്നു, വീൽ ചെയറിലൂടെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം ഭയങ്കര ഭീകരമാണ് എന്ന് പറഞ്ഞതിന് ശേഷം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക. ഒരു പരിക്കുകളില്ല. അധികാരത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് അവർ ഈ കാര്യങ്ങളെയൊക്കെ തന്നെ വളച്ചൊടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഭരണകൂട ഭീകരതയുടെ ഇരയാക്കപ്പെട്ട ആളുകളുടെ ഒരു സംഗമമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ണൂരിൽ നിന്ന് വരികയാണ്. 5 KSU പ്രവർത്തകർ ഒരു തുണി ഉയർത്തി കാണിച്ചതിന്റെ പേരിൽ, പ്രത്യേകിച്ച് കറുത്ത തുണി ഉയർത്തി കാണിച്ചതിന്റെ പേരിൽ 16 ദിവസക്കാലം ജയിലിൽ പോകേണ്ടി വന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം പോലും വീഡിയോ ശകലം കേരളത്തിലുള്ളതിലുള്ള ജനങ്ങളൊക്കെ കണ്ടിട്ടു. എന്താണ് സത്യമെന്നും യാഥാർത്ഥ്യം എന്താണെന്നും വളരെ വ്യക്തമായിട്ടുണ്ട്. മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം വീണ്ടും എന്നെ കൊല്ലാൻ ശ്രമിച്ചു, എന്നെ ആക്രമിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ആ വാദം വീണ്ടും തുടരുന്ന, അല്ലെങ്കിൽ വീണ്ടും പറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും നമ്മുടെ ജാമ്യവിധിയിൽ ഉൾപ്പെടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന SI ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്ത മൊഴികൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. ആ സമയത്ത് കരിപ്പൊടി അല്ലാതെ മറ്റൊരു ആയുധങ്ങളൊന്നുമില്ല എന്ന് അവർ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന്റെ കൂടെ മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് ആദ്യഘട്ടത്തിൽ സ്പൈനൽ കോഡിനടക്കം പരിക്ക് പറ്റി എന്ന് പറഞ്ഞ മന്ത്രി മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിനകത്ത് ഒരുവിധത്തിലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള പരിക്കുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് വ്യക്തമായി പറയുന്നു. ആയുധം കണ്ടെടുക്കാൻ വേണ്ടി ഞങ്ങളെ 2 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. 2 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട സമയത്ത് ചാനലുകളൊക്കെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവിടെ ചെന്നപ്പോൾ ആയുധം എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ചോദിക്കുമ്പോൾ അവർക്ക് പോലും അറിയാം ആയുധമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ അവസാനം ആ കരിങ്കൊടി വാങ്ങിച്ച കട കാണിച്ചു തിരിച്ചു നമ്മളെ വീണ്ടും ജയിലിലാക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഒരു മന്ത്രി കേരളത്തിനകത്ത് ന്യായപരമായി ഇടപെടേണ്ട ഒരാളാണ്. അവർ അനീതിക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, വളരെ ദാർഢ്യത്തോടുകൂടി കള്ളം പറയുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. അത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തില് വലിയ ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഒരു ഫാസിസ്റ്റ് സർക്കാർ എങ്ങനെയാവരുത്, അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് സർക്കാർ എങ്ങനെയാവുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായി പിണറായി വിജയന്റെ സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ ഇത് എനിക്ക് ആ സംഭവ സമയം വളരെ കൃത്യമായി വിശദീകരിക്കുകയാണെങ്കിൽ, നമ്മൾ 5 KSUവിന്റെ സഹപ്രവർത്തകർ മന്ത്രിക്ക് മുന്നിൽ നേരെ വരുന്ന സമയത്ത് ഒരു കരിങ്കൊടി ഉയർത്തി ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. അതായത് വീണ ജോർജ് രാജിവെക്കുക, KSU സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോ ആ മുദ്രാവാക്യം വിളിച്ച് നേരെ ആ സമയത്ത് പോലീസ് മുഴുവൻ മന്ത്രിയെ വളയുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. പോലീസ് മുഴുവൻ വളഞ്ഞതിനു ശേഷം തൊട്ടിപ്പുറത്ത് വശത്തുകൂടി നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മന്ത്രി നമുക്ക് നേരെ ആക്രോശിക്കുകയാണ്. വാട, ഇങ്ങോട്ട് വാട എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നേരെ ആക്രോശിക്കുന്ന കാഴ്ച ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിന്റെ കൂടെ തന്നെ പോലീസുകാരോട് പറയാണ്, നിങ്ങൾ എന്താണ് കളിക്കുന്നത് എന്ന് പറഞ്ഞ് പോലീസുകാരോട് ദേഷ്യപ്പെട്ട മന്ത്രി അതിനുശേഷം പ്ലാറ്റ്ഫോമിൽ കൂടി മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകളോട് കുശലം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വിഷ്വലും കണ്ടു. അതിനുശേഷം 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ബഹുമാനപ്പെട്ട സ്പീക്കറുണ്ട്. ആ സ്പീക്കർ എൻ ഷംസീറുമായിട്ട് സംസാരിച്ചതിന് ശേഷം മിസ്റ്റർ പിണറായി വിജയനെ അവർ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ അപ്പോഴാണ് അവർ പറയുന്നത് എന്റെ പിഴയി ഒടുക്കിയിരിക്കുന്നു, കഴുത്തൊടുക്കിയിരിക്കുന്നു, കഴുത്ത് വേദനയായിരിക്കുന്നു എന്ന് മന്ത്രി പറയുന്നത് ആ സമയത്താണ്. അതിനുശേഷം ഒരു വീൽ ചെയർ വരുന്നു, വീൽ ചെയറിലൂടെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം ഭയങ്കര ഭീകരമാണ് എന്ന് പറഞ്ഞതിന് ശേഷം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ കുറെ നഴ്സുമാർ ചിരിച്ചുകൊണ്ട് സെൽഫി എടുക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആരും കാണാതെ നേരെ പുലർച്ചെ 4 മണിയാകുമ്പോൾ തിരിച്ച് വണ്ടിയിൽ, വലിയ ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് അവകാശപ്പെടുന്ന മന്ത്രി തിരിച്ച് വണ്ടിയിൽ വാഹനത്തിൽ പത്തനംതിട്ടയിലേക്ക് വരുന്നതും നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനുഷ്യരല്ലേ? ഞാനും മനുഷ്യരാണ്, നിങ്ങളും മനുഷ്യരാണ്, മന്ത്രിയും മനുഷ്യരാണ്. അതൊക്കെ മന്ത്രിക്ക് പ്രത്യേകിച്ച് ഇരുമ്പ് ശരീരമൊന്നും ഇല്ലല്ലോ. അവരും മനുഷ്യ തന്നെയാണ്. സാധാരണ ഒരു ICUവിലുള്ള ഒരു പേഷ്യന്റ് സാധാരണയിൽ അല്പം ഭേദപ്പെടുമ്പോ വാർഡിലേക്കൊക്കെ തന്നെ മാറ്റും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഒരു പരിക്കുകളില്ല. അധികാരത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച്
അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളച്ചൊടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതിന്റെ ഭീകരമായ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കി നാട്ടിൽ മൊത്തം അക്രമം ഉണ്ടാക്കിയെന്ന പാർട്ടി ഓഫീസുകൾ അടിച്ചു പൊളിക്കുന്നു, നമ്മുടെ സഹപ്രവർത്തകരെ ആക്രമിക്കുന്നു, മുദ്രാവാക്യ കൊലവിളികൾ. നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് ഇപ്പോഴും കമന്റ് ഉണ്ട്. ആദരാഞ്ജലികൾ RIP എന്ന് പറഞ്ഞ് കമന്റുകൾ ഇട്ട് ആ കമന്റുകൾ ഇപ്പോഴും ആ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കൂടെ ഇന്ന് വിതുൽ ബാലൻ നമ്മുടെ കൂടെ വന്നിട്ടില്ല, അവന് പരീക്ഷ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല. വിതുൽ ബാലന്റെ വീടിൽ തന്നെ ബോംബെറിയുന്ന കാഴ്ചയുണ്ടാകും. ആ ബോംബെറിയുന്നതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആള് ഒരു അധ്യാപകനായി മാറുന്നു. ഒരധ്യാപകൻ അതിന് ബോംബെറിയാൻ നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ, അന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ പുറത്ത് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ SFIയുടെ ആളുകൾ MC അതിനെ തെമ്മാടി നിന്റെ ആളുകൾ എണ്ണപ്പെട്ടു എന്ന് മുദ്രാവാക്യം വിളിച്ച് നടക്കുമ്പോ അവിടുത്തെ പോലീസുകാർ അവർ മൂകസാക്ഷിയെ നിൽക്കുകയാണ്. അപ്പൊ ആ നിലയിൽ പ്രിയപ്പെട്ടവരെ, വളരെ ഭീകരമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് കടന്നു പോകുമ്പോൾ ഇറ്റ്സ് ദ റൈറ്റ് ടൈം, അതായത് ഇലക്ഷൻ സമയമാണ്, മറുപടി കൊടുക്കേണ്ട സമയമാണ്. ആ സമയത്ത് ഈ സർക്കാരിനെ കെട്ടുകെട്ടിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ സംഗമത്തിനും അല്ലെങ്കിൽ ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിട്ടുകൊണ്ട് ഏകദേശം 16 ദിവസം ഒരു കാരണവുമില്ലാതെ മുബാസും അഹമ്മദ് യാസിനും ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലമായിരുന്നു. ആ നോമ്പ് കാലത്ത് നോമ്പെടുക്കാൻ വേണ്ടി പോലും സാധിക്കാതെ ഒരു ചെയ്യാത്ത കുറ്റത്തിന് ആ ഒരു പുണ്യമാസത്തിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന 2 ആളുകൾ കൂടിയാണ് അവർ. അപ്പൊ ആ നിലയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന് ഭീഷണിയായ ഒരു സർക്കാർ മാറുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ, അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് സർക്കാരായി, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പോലും സൗമ്യമായി പെരുമാറാൻ, അല്ലെങ്കിൽ ജനങ്ങളോട് പോലും കൃത്യമായി, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അവരെ വേണ്ട വീട്ടിൽ പോയിട്ട് ചോദിച്ചാൽ മതി എന്ന് ചോദിക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടാകുന്ന കാലം വലിയ പ്രയാസകരമായ ഒരു കാലമാണ്, വലിയ ദയനീയമായ ഒരു കാലമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വൈകിയ വേള ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒരുപാട് എന്നെക്കാൾ അല്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ പ്രയാസം അനുഭവപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ അപ്പുറത്ത് പുറത്തും ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പോലീസിന്റെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മുടെ തൃശ്ശൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത്തരം ആളുകളുടെ ഒക്കെ തന്നെ ഒരു പ്രതികരണം തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ വിവിധങ്ങളായ മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു സംഗമം സംഘടിപ്പിച്ച ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങള് ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ പോലീസിന്റെ സംരക്ഷണ വലയം ഭേദിച്ച് നിങ്ങൾ കടന്ന് ആരോഗ്യമന്ത്രിയെ തൊടുകയായിരുന്നെങ്കിൽ ആദ്യത്തെ നടപടി എന്താകണമായിരുന്നു? സർക്കാർ എടുക്കേണ്ട ആദ്യത്തെ നടപടി സ്റ്റെപ്പ് എന്താകണമായിരുന്നു? നിങ്ങൾ അറസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞാൽ എടുക്കേണ്ട സ്റ്റെപ്പ് എന്തായിരുന്നു? തീർച്ചയായിട്ടും ഇത് ഈ നിലയിലല്ലോ ചർച്ച ചെയ്യലല്ലോ. ആ ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരെ മൊത്തം സസ്പെൻഡ് ചെയ്യണ്ടേ? ഉത്തരവാദിത്തത്തിൽ കൃത്യനിർവഹണത്തില് വീഴ്ച വരുത്തിയ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആ നിമിഷം സസ്പെൻഡ് ചെയ്യേണ്ടതല്ലേ? അതുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതാണ് അതിലാണ് കൂടുതൽ ചർച്ചകൾക്ക് പ്രാധാന്യമില്ല. ദൃശ്യം നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടല്ലോ, അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് എന്താ സംഭവിച്ചതെന്ന് കാണുന്നുണ്ട്. ഇനിയിപ്പോ ദൃശ്യത്തിൽ ഇല്ലാത്തതും വരാമെന്ന് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ നടപടിയാവേണ്ടത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വീഴ്ച പറ്റിയതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതുകൊണ്ട് ദൃശ്യമുള്ളത് ഈ കാലഘട്ടത്തിൽ നമ്മളൊരു ഭാഗ്യം. ഇതുപോലുള്ള എന്തെല്ലാം അവർ നടത്തിയിരിക്കുന്നു. എന്തായാലും നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ വരെ വന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകമായിട്ടൊരു നന്ദിയും അതുപോലെ യുവ പോരാളികൾക്ക് നമ്മളൊരു അഭിനന്ദനവും നൽകുകയാണ്. താങ്ക് യു സോ മച്ച്.